മാബിൾ ലാൻഡ് തിരൂർ ചങ്ങരംകുളം. താൻ മുസ്ലിം ആയതിനാലാണ് ഇ.എൻ. മോഹൻദാസിന് തന്നോട് വിരോധമെന്ന് പി.വി. അൻവർ. മോഹൻദാസ് RSS ആണെന്നും തികഞ്ഞ വർഗീയവാദിയാണെന്നും അൻവർ പറഞ്ഞു. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ കടുത്ത വിരോധമുള്ളയാളാണ് മോഹൻദാസ് എന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്പോൾ CPM-ന്റെ പ്രകടനങ്ങളിലുള്ള പലരും തന്റെ നിലപാട് അംഗീകരിക്കുന്നവരാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ.എൻ. മോഹൻദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച പി.വി. അൻവർ തികഞ്ഞ വർഗീയവാദിയെന്നാണ് ഇ.എൻ. മോഹൻദാസിനെ വിശേഷിപ്പിച്ചത്. മോഹൻദാസ് പക്ക RSS ആണെന്നും ഇസ്ലാം എന്നാൽ ഭീകരതയാണെന്നും അൻവർ ആരോപിച്ചു. ഈ പറയുന്ന ഇ.എൻ. മോഹൻദാസിനെ പലതവണ ഞാൻ കണ്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടിട്ടുള്ള അപ്പോഴൊക്കെ എന്ത് പറയും, ഇത് ഒരു വലിയ ടെക്നിക്കൽ പ്രശ്നമാണ്, അത് DC തന്നെ ശക്തമായി പാർട്ടി തലത്തിൽ തീരുമാനമെടുത്തെങ്കിൽ സ്കൂളിൻ്റെ സ്ഥലം ആശുപത്രിക്ക് വേണ്ടി വിട്ടുതരാൻ പറ്റുള്ളൂ. ഇന്നും നടന്നിട്ടില്ല. കാരണം ആശുപത്രിയുടെ വികസനം പേടിയാണ് ഇ.എൻ. മോഹൻദാസിന്. കാരണം ബൈപ്പാസ് വരുന്നു, ആശുപത്രി വരുന്നു, പിന്നെ കോളേജാണ് ഞാൻ പറയാം. അപ്പോൾ അതിന് മുഴുവൻ ഇങ്ങനെ തടസ്സമാണ്. അയാൾക്ക് ആകെയുള്ള വിരോധം എന്താ? എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധമില്ല. പക്ഷെ എന്നോടുള്ള വിരോധം എന്താണ്? ഞാൻ നിസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. നമസ്കരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനോടുള്ളൊരു വിരോധത്തിനപ്പുറം ഞാനൊരു തെറ്റും പാർട്ടി ചെയ്തിട്ടില്ല. അതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് പാർട്ടികൾ മറ്റു പാർട്ടികളിൽ നിന്ന് ഈ പാർട്ടിയിലേക്ക് കൊടുന്നൊരു വ്യക്തിയാണ്. ആ ഒരു പരിഗണന തന്ന് ആ മണ്ഡലത്തിനെ നന്നാക്കുന്നതിന് പകരം പാര വെച്ചോനാ ഈ പറയുന്ന ഇ.എൻ. മോഹൻദാസ്. ഇന്നലെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വന്നത്. ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചല്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിലാണ് നമ്മുടെ നിലമ്പൂർ ഗവൺമെൻറ് കോളേജിന് വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം അക്വയർ ചെയ്തത്. 4.5 കൊല്ലമായി. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാനം ആ ഒരു 1.5 വർഷം സ്വാഭാവികമായും അതിൻ്റെ പ്രോസസ്സിനെടുക്കും. ഈ ഗവൺമെൻറ് വന്നിട്ട് 3.25 കൊല്ലമായി. കിട്ടിയ ഭൂമി കിട്ടി. ഇപ്പോൾ ഈ 4 വർഷമായിട്ട് ആ ഭൂമി ഏറ്റെടുക്കാനുള്ള സർവേൻ്റെ ജോലി ഒരിക്കലും കഴിയില്ല. RSS ബന്ധത്തിന്റെ പേരിൽ 6 മാസം മുമ്പ് ഇ.എൻ. മോഹൻദാസിനെ പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കയ്യേറ്റം ചെയ്തിട്ടുണ്ടെന്ന ഗുരുതര ആരോപണവും അൻവർ ഉന്നയിച്ചു. രാവും പകലും RSSന് വേണ്ടിയാണ് മോഹൻദാസ് മലപ്പുറത്ത് പ്രവർത്തിക്കുന്നതെന്നും അൻവർ ആരോപിച്ചു. ഇ.എൻ. മോഹൻദാസിനെതിരെ പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ ഞായറാഴ്ചത്തെ പൊതുസമ്മേളനത്തിൽ പരസ്യമായി പറയുമെന്നും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ ഇ.എൻ. മോഹൻദാസ് ശ്രമിച്ചെന്നും അൻവർ വ്യക്തമാക്കി. ഇപ്പോൾ CPM നടത്തുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ തനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ തന്റെ നിലപാടുകളോട് യോജിപ്പുള്ളവരാണെന്നും അൻവർ പറഞ്ഞു. അൻവറിന് ഗൂഢലക്ഷ്യമാണെന്നടക്കം കഴിഞ്ഞ ദിവസം ഇ.എൻ. മോഹൻദാസ് നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു പി.വി. അൻവർ.